ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി സാർ ഇപ്പോൾ മീഡിയ മലയാളം ഇവിടെ ചർച്ചയിൽ വന്നിട്ട്. അതെ, ഇലക്ഷന്റെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് കുറെ നാൾ വിട്ടു തോന്നി. ഓക്കെ. അപ്പോൾ സാർ, ഈ ഒരു ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഇലക്ഷൻ പൂർത്തിയായി റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ ഇവിടെ BJPക്ക് കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റം എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ, അതായത് NDAയുടെ മുന്നേറ്റം വളരെയേറെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ കടന്നുപോയത്. ഇവിടെ അമിത്ഷാ നേരത്തെ തന്നെ കേരള BJPക്ക് ഒരു ലക്ഷ്യം നിർണയിച്ചിരുന്നു, 25% വോട്ട് പിടിക്കാം എന്ന്. ഇപ്പോൾ BJP ജയിച്ച സീറ്റുകളുടെ മാത്രം കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പാർട്ടികളുടെയും അങ്ങനെയുള്ള കണക്ക് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 20% കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ BJP ആകെ മത്സരിച്ച സീറ്റുകൾ 19,000-ൽ പരം വരും. അതിൽ 1447 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളും ബ്ലോക്ക് പഞ്ചായത്തിലെ 54 സീറ്റുകളും കോർപ്പറേഷനുകളിൽ 93 സീറ്റുകളും ആണ് ഇപ്പോൾ BJP ജയിച്ചിരിക്കുന്നത്. ആ ജയിച്ചിരിക്കുന്ന സീറ്റുകളുടെ കണക്ക് മാത്രം പരിശോധിക്കുമ്പോഴാണ് 20% കടന്നത് എങ്കിൽ BJP പരാജയപ്പെട്ട ബാക്കി 19,000-ഓളം സീറ്റുകളുടെ എണ്ണം ശതമാന കണക്കിൽ വരുമ്പോൾ അത് അമിത്ഷാ പ്രഖ്യാപിച്ച 25%-നും അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പൂർണ്ണമായ കണക്കുകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലഭ്യമാകും എന്നാണ് കരുതുന്നത്. അതെന്തു തന്നെയാണെങ്കിലും അമിത്ഷാ മുന്നോട്ട് വെച്ച 25% അത് നേടിയെടുക്കാനും അത് മറികടക്കാനും കേരളത്തിലെ BJP എന്ന സംവിധാനത്തിന്, NDA എന്ന സഖ്യത്തിന് സാധിച്ചു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ മുന്നേറ്റമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറയുമ്പോൾ കോർപ്പറേഷനുകൾ ഒക്കെ പിടിക്കാൻ മാത്രം BJP വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉള്ളിൽ 4 അസംബ്ലി മണ്ഡലം ഉൾപ്പെടുന്നു എന്നും, അപ്പോൾ അതിനുള്ളിലുള്ള 4 അസംബ്ലി മണ്ഡലവും സംസ്ഥാന വ്യാപകമായിട്ട് മറ്റെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ എന്തു വന്നാലും അടുത്ത ഒരു നിയമസഭാ ഇലക്ഷൻ, പടിവാതുക്കൽ വന്നെത്തിയിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP നിർണായകമായ സീറ്റുകൾ നേടുക തന്നെ ചെയ്യും. അതിന്റെ ഫലം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ 2 മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥ വരും. ഇന്നിപ്പോൾ കേരളത്തിലെ 100 കണക്കിന്, അതിന്റെ കണക്ക് പുറത്തു വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 100 കണക്കിന് എന്ന് പറയുന്നത്, 100 കണക്കിന് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം LDF-നും UDF-നും ഇല്ല. അവിടെ BJP നിർണായകമായ ഒരു ശക്തിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ BJPക്ക് കൊടുത്ത മാൻഡേറ്റ് തന്നെയാണ്. അതായത് 2 മുന്നണികളെയും ഞങ്ങൾ മടുത്തിരിക്കുന്നു, ഇനി വരട്ടെ BJP എന്നുള്ള ഒരു സന്ദേശം അവിടെയുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം BJP സെൻട്രിക് ആയിട്ടുള്ള ഒരു ഭാവിയായിരിക്കും വരാൻ പോകുന്നത്. പണ്ടൊക്കെ BJPയെ എല്ലാവരും തഴഞ്ഞു, പിന്നീട് BJPയെ ഒരു ശത്രുതാ മനോഭാവത്തോടെ കണ്ടു, ഒറ്റപ്പെടുത്താൻ നോക്കി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ BJP ആണ് കാര്യം തീരുമാനിക്കുന്നതെന്ന് LDF-ഉം പറയുന്നു, UDF-ഉം പറയുന്നു. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വന്നാൽ ഉടനെ കുറ്റപ്പെടുത്തുന്നത് BJP-യാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പോലും ആരുമില്ലായിരുന്നു. ഇപ്പോ BJPയെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ BJP നിർണായക ശക്തിയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രകടമായ മാറ്റം. സർ, അങ്ങനെയാണെങ്കിൽ ഈ ഇടത് വലത് മുന്നണികളെ മറികടന്നുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ NDAയ്ക്കും BJPക്കും സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇടത് വലത് മുന്നണികൾ എന്നുള്ളത് ഫലത്തിൽ ഒന്ന് തന്നെയാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അവരുടെ നയപരിപാടികളിലും കർമ്മപദ്ധതികളിലും ഒന്നും വ്യത്യാസമില്ല, അഴിമതിയിൽ വ്യത്യാസമില്ല, പരസ്പരം മത്സരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഈ 2 മുന്നണികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ വളരെ നല്ല തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ ഒറ്റയടിക്ക് ഒരു കോർപ്പറേഷനെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJPയുടെ കയ്യിലോട്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരത്തിന് അത് സാധിക്കുമെങ്കിൽ കേരളത്തിന്റെ ഏത് ഭാഗത്തും അത് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ 2 മുന്നണികളുടെയും നിലനിൽപ്പ് അപകടത്തിലായി കഴിഞ്ഞു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് BJPക്ക് ലഭിച്ച മുന്നേറ്റം. അതുകൊണ്ട് ഈ 2 മുന്നണികളും ഇനി പതുക്കെ പതുക്കെ അലുത്ത് ലയിച്ച് BJPയിലേക്ക് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒഴുകാൻ പോകുന്നത് CPI-എമ്മിൽ നിന്നായിരിക്കും. അതിന് പിന്നാലെ കോൺഗ്രസ് ഉണ്ടായിരിക്കും. അങ്ങനെ 2 വലിയ മുന്നണി നേതാക്കൾ
CPM-ഉം കോൺഗ്രസും BJP-യിലേക്ക് ഒഴുകി ലയിച്ചു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും രാഷ്ട്രീയ കേരളം ഇനി കാണാൻ പോകുന്നത്. സർ, അതുപോലെ തന്നെ എൻ്റെ വേറൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ ഈ BJP-യുടെ ഈ ഒരു വളർച്ച ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ തകർച്ചയ്ക്കാവാനായിരിക്കും സാധ്യത? അത് നമുക്ക് പ്രവചിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 4 രാഷ്ട്രീയ പാർട്ടികളിലാണ് ഊന്നി നിൽക്കുന്നത്. അതിലൊന്ന് CPIM. CPIM ഒരു ഹിന്ദു പാർട്ടിയാണ്. BJP-യേക്കാൾ വലിയ ഹിന്ദു പാർട്ടിയാണ് CPIM. അത് രണ്ടാമത്തേത് കോൺഗ്രസ് പാർട്ടി, മൂന്നാമത്തേത് മുസ്ലിം ലീഗ്, നാലാമത്തേത് കേരള കോൺഗ്രസ്. അപ്പോൾ ഈ 4 പാർട്ടികളിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒരു പ്രത്യേകതയുള്ളത് അത് മതപാർട്ടികളാണ് എന്നുള്ളതാണ്. ഇപ്പൊ മുസ്ലിം ലീഗ് മുസ്ലിം മതത്തിന്റെ പിൻബലം പറ്റി നിൽക്കുന്ന പാർട്ടിയാണ്. കേരള കോൺഗ്രസ് അത് ജോസഫ് ആണെങ്കിലും മാണി ആണെങ്കിലും ജേക്കബ് ആണെങ്കിലും അതെല്ലാം തന്നെ ക്രൈസ്തവ സഭകളുടെ രാഷ്ട്രീയ മുഖങ്ങളാണ്. അപ്പോൾ അതിന് വലിയ കോട്ടമൊന്നും വരില്ല. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും അവരുടെ ഒരു തട്ടകമുണ്ട്. ആ തട്ടകത്തിന് പുറത്തേക്ക് അവർ വളരുന്നില്ല എന്നത് ഒഴിച്ചാൽ അവർക്ക് വലിയ കോട്ടമൊന്നും വരില്ല. പക്ഷെ CPM അങ്ങനെയല്ല, കോൺഗ്രസും അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ താങ്ങി നിർത്താൻ ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ CPM-നെ താങ്ങി നിർത്തുന്നത് ട്രേഡ് യൂണിയൻ ഭീകരതയാണ്. ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കുന്നു. അതുപോലെ മേറ്റുമാര്, CDS, ADS ഇവരെയൊക്കെ പേടിപ്പിച്ച് വോട്ട് ചെയ്യിക്കുന്നു. അതേപോലെയുള്ള മറ്റ് തൊഴിലാളി യൂണിയനുകളിൽപ്പെട്ട ആൾക്കാരെ, ഇവർക്കൊക്കെ ജീവസന്ധാരണത്തിന് വേണ്ടി പണിയെടുക്കണം, പണിയെടുക്കാൻ വേണ്ടി തൊഴിലാളി യൂണിയൻ വേണം. അതുകൊണ്ട് യൂണിയൻകാർ ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കുക. ഈ ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു നയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രീണിപ്പിച്ച് വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്, സോപ്പിട്ട് വോട്ട് ചെയ്യിക്കുക. മുസ്ലിങ്ങൾക്ക് വേണ്ടതൊക്കെ അവർക്കും കൊടുത്ത്, ക്രിസ്ത്യാനിക്ക് വേണ്ടതൊക്കെ അവർക്കും കൊടുത്ത് അവരുടെ വോട്ട് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ. പക്ഷേ ഈ 2 ശൈലിയും കേരളത്തിൽ ഫലിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട്. അതുകൊണ്ട് ആദ്യമായി ഭയപ്പെടേണ്ടത് CPM-ഉം രണ്ടാമതായി ഇല്ലാതാകാൻ പോകുന്നത് കോൺഗ്രസുമായിരിക്കും. അവസാനം യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യുമായി സഖ്യമുണ്ടാക്കി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായി കൂടായികയുമില്ല. ചുരുക്കി പറഞ്ഞാൽ തീരാൻ പോകുന്ന CPIM-ഉം അവസാനിക്കാൻ പോകുന്ന കോൺഗ്രസും കഴിഞ്ഞാൽ കേരളത്തിൽ ബിച്ചം വരുന്നത് ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-യും പിന്നെ മുസ്ലിം ലീഗും മൂന്നാമത്തെ പാർട്ടി കേരള കോൺഗ്രസും. അങ്ങനെ ഇവർ 3 പേരും അടങ്ങുന്ന ഒരു മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും എക്കാലത്തേക്കും കേരളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥിരം സംസ്ഥാനമായി മാറുകയുമാണ് ചെയ്യാൻ പോകുന്നത്.